ഹായ്, ഐ എം സാവന്തസ് ജോയ്. ഞാൻ തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിരുദ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്കിന്ന് എന്താണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ എന്ന് മനസ്സിലാക്കാം. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നാഷണൽ ലെവലിൽ നടത്തപ്പെടുന്ന ഏറ്റവും വലിയ ഹാക്കത്തോണാണ്. ഇതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാക്കാൻ പോകുന്ന ബൂസ്റ്റ്, ഇതിൻ്റെ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാക്കാൻ പോകുന്ന ബൂസ്റ്റ് വളരെ വലുതായിരിക്കും. സോ ഇനി നമുക്കിതിൽ എങ്ങനെ പങ്കെടുക്കാം എന്ന് മനസ്സിലാക്കാം. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ പൊതുവെ 2 വിഭാഗങ്ങളിലായി നടത്തപ്പെടാറുണ്ട്. സോഫ്റ്റ്വെയർ എഡിഷനും ഹാർഡ്വെയർ എഡിഷനും. എല്ലാ വർഷവും വ്യത്യസ്തങ്ങളായ തീമുകൾ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി നൽകപ്പെടാറുണ്ട്. 2025 തീം നിങ്ങൾക്ക് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ കാണാവുന്നതാണ്. സോ ഇതിൽ പങ്കെടുക്കാൻ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കോളേജ് വഴി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്ത കോളേജിലുള്ള കുട്ടികൾക്ക് മാത്രമേ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിലേക്ക് പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. കോളേജ് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻറ്റേർണൽ ഹാക്കത്തോൺ നടത്തുകയും അതിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്ന ടീമിന് മാത്രമേ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൻ്റെ ഇനീഷ്യൽ സ്ക്രീനിങ് സ്റ്റേജിലേക്ക് സെലക്ഷൻ ലഭിക്കുകയുള്ളൂ. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിന് കീഴിലും ലഭിച്ചിട്ടുള്ള ഐഡിയകളെ അവർ സ്ക്രൂട്ടിനി ചെയ്തിട്ട് കുറച്ച് ടീമിന് 10 ടീമിന് ഏകദേശം 10 ടീമിനെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും അവർക്ക് ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വെച്ചിട്ട് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഗ്രാൻഡ് ഫിനാലെ നടത്തുകയും അതിൽ വിജയികളാകുന്നവരുടെ പ്രൊജക്റ്റുകൾ സമൂഹത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങളെ യഥാർത്ഥ രീതിയിൽ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ എന്ന് പറയുന്നത്. അത് AICTEയും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ചേർന്നുകൊണ്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കോളേജ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ടാബിലാണ് നിങ്ങൾക്ക് കോളേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ സാധിക്കുന്നത്. കോളേജ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റുകൾ പല വിഭാഗങ്ങളിലായി നൽകിയിട്ടുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയ ഡിസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഐഡിയും പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ടൈറ്റിലും നിങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രോബ്ലം സബ്മിഷൻ സമയത്ത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് നൽകിയിട്ടുള്ള ഓർഗനൈസേഷൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇതുപോലുള്ള സൊല്യൂഷനുകളാണ്. സോ നിങ്ങൾക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കൊരു ടീം ഫോം ചെയ്തുകൊണ്ട് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൽ പങ്കെടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടീം ഫോർമേഷൻ. അതായത് എല്ലാ മത്സരാർത്ഥികളും എല്ലാ ടീം മെമ്പേഴ്സും ഒരു കോളേജിൽ നിന്ന് തന്നെ ആയിരിക്കണം. എന്നാൽ വ്യത്യസ്തങ്ങളായ ബ്രാഞ്ചുകളിലുള്ളവർക്ക് ഒരു ടീം ആകുന്നതിന് കുഴപ്പമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ടീമിൽ 6 മെമ്പർമാർ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതിൽ ഒരു ഫീമെയിൽ മെമ്പർ ഉണ്ടായിരിക്കണം. അതായത് 5 മെയിൽ മെമ്പർ, ഒരു ഫീമെയിൽ മെമ്പർ, അല്ലെങ്കിൽ 6 ഫീമെയിൽ മെമ്പർ. ഇതാണ് എക്സ്ട്രീം കേസസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൽ പങ്കെടുക്കുന്നതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് PPT പ്രസൻറ്റേഷനാണ്. അതായത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൻ്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടിരിക്കുന്ന ഈ PPTകൾ നിങ്ങൾ കൃത്യമായി പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ പേജ് ഉണ്ടാകുക, പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ID, പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ടൈറ്റിൽ, തീം, PS കാറ്റഗറി. ഇത് 3ഉം നിങ്ങൾക്ക് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൻ്റെ വെബ്സൈറ്റ് വഴി ലഭിക്കുന്നതാണ്. ടീം ഐഡിയും ടീം നെയിമും നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ലഭിക്കുന്നതായിട്ടുള്ളൂ. ഐഡിയ ടൈറ്റിൽ, അതായത് പ്രപ്പോസ്ഡ് സൊല്യൂഷൻ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് കഴിഞ്ഞ് അതെങ്ങനെയാണ് തന്നിരിക്കുന്ന പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും നിങ്ങൾ കൃത്യമായി വ്യക്തമാക്കണം. ഇത് കുറഞ്ഞ വാക്കുകളിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുക. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടെ സൊല്യൂഷൻ എങ്ങനെ വ്യത്യസ്തപ്പെടുന്നു എന്നുള്ളത് കൃത്യമായി
മനസ്സിലാക്കിക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് ടെക്നിക്കൽ അപ്രോച്ചാണ്. അതായത് നിങ്ങളുടെ ആശയത്തിന് നിങ്ങൾ ഉപയോഗിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ഇത് തിരഞ്ഞെടുത്ത് ഈ സൊല്യൂഷനിലേക്ക് നിങ്ങൾ എത്തിയത് ഏതൊക്കെ മെത്തേഡ് വഴിയാണ് എന്നുള്ളത് കൃത്യമായി കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇത് യഥാർത്ഥ യൂസ് കേസ് സമൂഹത്തിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടായേക്കാൻ സാധ്യതയുള്ള ഫീസിബിലിറ്റി, അതായത് എത്രമാത്രം നിങ്ങളുടെ ഐഡിയ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കേണ്ട സ്ലൈഡ് ഇതാണ്. ഈ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ വാക്കുകളിൽ ഒതുക്കാൻ ശ്രമിക്കുക, എന്നാൽ നിങ്ങളുടെ ആശയം കൃത്യമായി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇമ്പാക്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആശയത്തെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. റിസർച്ച് ആൻഡ് റെഫറൻസസ് എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായ ധാരണയോടുകൂടിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എന്നതിൻ്റെ ചൂണ്ടുപലകയാണ്. നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള AI മോഡലുകൾ വെച്ചൊക്കെ ലഭ്യമാക്കാവുന്ന സൊല്യൂഷൻസിൽ നിന്നപ്പുറം നിങ്ങളെ വ്യത്യസ്തപ്പെടുത്തുന്നത് ഈ റിസർച്ച് ആൻഡ് റെഫറൻസിൽ നിങ്ങൾ കൊടുക്കുന്ന ലിങ്കുകളാണ്. അവസാനത്തെ ഈ സ്ലൈഡ് നിങ്ങൾ നിർബന്ധമായും ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എബ്സ്ട്രാക്റ്റ് കൂടി തയ്യാറാക്കണം. അതായത് കുറഞ്ഞ വാക്കുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തെ പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അബ്സ്ട്രാക്റ്റും ഐഡിയ PPTയും ഉപയോഗിച്ചാണ് നിങ്ങളുടെ ആശയത്തെ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ വിലയിരുത്തപ്പെടുന്നത്. അത് കഴിഞ്ഞാണ് ഓഫ്ലൈനായിട്ട് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുക. അപ്പോൾ എല്ലാവരും കൃത്യമായി വ്യക്തതയോടെ നിങ്ങളുടെ ആശയങ്ങൾ രൂപീകരിക്കുകയും ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങളുടെ ആശയത്തെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലോ ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് പരമാവധി ദൂരീകരണം തരാൻ ശ്രമിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.